പാർട്ട് 1 ഓഫ് വൈ ഐ ലവ് മൈ ഫ്രണ്ട്സ്. സോ 2 years ബാക്ക് ഒരു ഫെബ്രുവരി മാസം ആ ടൈമിൽ എൻ്റെ റൂംമേറ്റ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു ബോക്സ് കൊണ്ടുവന്നു. അപ്പോൾ ഞാനിങ്ങനെ വെച്ചു ഇതെന്താ സംഭവം, എൻ്റെ ബർത്ത്ഡേ ഒന്നും ആയിട്ടില്ല. അപ്പം അവർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതെന്താ സംഭവം, പക്ഷേ ഇത് ആര് തന്നെയാണ്? അപ്പോൾ പറഞ്ഞു അശ്വതി തന്നെയാണ്. സോ അശ്വതി ഈസ് മൈ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് അവൾ UK യിലായിരുന്നു ആ ടൈമിൽ. അശ്വതി തന്നതാ. എന്തിനാ തന്നതറിയാ? എന്തിനാ എല്ലാവരുടെ ഞാൻ പോസ്റ്റ് ചെയ്ത് നോക്കിക്കോ, എനിക്ക് എന്റെ വാലന്റൈനെ കിട്ടിയത്. ഐ കോൾഡ് ഹെർ. എന്ത് സംഭവം എന്താ? അവൾ പറഞ്ഞു ഫെബ്രുവരി ഒക്കെ അല്ലേ, ഇറ്റ്സ് വാലന്റൈൻസ് ഡേ, സോ ദിസ് ഇയർ ഇറ്റ്സ് ഓൾ അബൌട്ട് സെൽഫ് ലവ്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നത്. യു ഷുഡ് നെവർ ഫീൽ ലെസ്, യു ആർ മോർ ദാൻ ഇനഫ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിൻ കെയർ ആൻഡ് ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ. ഇറ്റ് വാസ് തിങ്സ് ലൈക്ക് ഐ വാസ് ടെല്ലിങ് ഹെർ അബൌട്ട്. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ ഒരു ദിവസം വാങ്ങിക്കണം. അങ്ങനെ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഷീ ബോട്ട് ഫോർ മീ. അതും എൻ്റെ റൂംമേറ്റ്സിന് നമുക്ക് വലിയ കണക്ഷനൊന്നുമില്ല. ജസ്റ്റ് ടു ഗിവ് ദ ഗിഫ്റ്റ് ടു മീ. അവരെ കോൺടാക്ട് ചെയ്തു, കോർഡിനേറ്റ് ചെയ്തു, എനിക്ക് തന്നു. ആൻഡ് ഷി വാസ് ലൈക്ക് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഐ വോണ്ടഡ് ടു ഗിവ് യു ഫ്ലവേഴ്സ്. പക്ഷെ അവൾ കുറേ അന്വേഷിച്ചു അവിടെ, പക്ഷേ കിട്ടാത്തതുകൊണ്ടാണ് അവൾക്ക് സ്കിൻ കെയർ ഓർഡർ ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെരി സ്വീറ്റ് ജസ്റ്റൻസ്. കാരണം ഞാൻ വളരെ സെൽഫ് ലവ് കുറവുള്ളൊരു വ്യക്തിയായിരുന്നു ആ ടൈമിൽ. എനിക്ക് എന്നോട് ഒരു സഹതാപവും ഇല്ലായിരുന്നു. ഷീ കൺസിഡർ ഓക്കെ ഈ വാലന്റൈൻസ് ഡേ ഐ ഹാവ് ടു ടീച്ച് ഹെർ ദാറ്റ് ഇറ്റ്സ് ഓൾ അബൌട്ട് സെൽഫ് ലവ്. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം. ആൻഡ് ഹൗ തോട്ട്ഫുൾ ഷീ ഈസ്. ആൻഡ് എനിക്കറിയില്ല അത് എങ്ങനെയൊക്കെ പറഞ്ഞറിയിക്കണം ഹൗ ഗ്രേറ്റ്ഫുൾ ഐ ആം ഫോർ ഹെർ. ആൻഡ് യാ, ദാറ്റ്സ് വൈ ഐ ലവ് മൈ ഫ്രണ്ട്സ്. That's just part 1, you guys. I have a lot more stories to tell and I hope to make this a series. Views nu vendittu onnalla, it's just like a thank you from my part to my friends who took care of me, who thought of me in the lowest points of my life. So that's it for today. Bye.